മാഷ് 70കളിൽ ആകുമ്പോഴേക്ക് മാഷ് കൂടുതൽ അധ്യാപനായി. അല്ല മാത്രമല്ല രാഷ്ട്രീയ പക്വത കൂടുതൽ ആർജിച്ച ഒരു വ്യക്തിയായി മാറി തീർച്ചയായും. കാര്യം അപ്പൊ ഈ 70കളിൽ തന്നെയാണ് പിന്നെ അടിയന്തരാവസ്ഥ വരുന്നതും അറസ്റ്റിലാകുന്നതും. അതുപോലെ ആ സന്ദർഭങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ആ കാലഘട്ടം, പ്രത്യേകിച്ച് 70 അടിയന്തരാവസ്ഥ ഘട്ടമാകുമ്പോഴേക്ക് KSYF കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അങ്ങനെ അടിയന്തരാവസ്ഥയിൽ യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കുറച്ച് ആഴ്ച കഴിഞ്ഞപ്പോൾ കുടിയാമലയിൽ ഒരു രക്തസാക്ഷി ദിനാചരണം ഉണ്ട്. ആദ്യത്തെ KSYF രക്തസാക്ഷിയാണ് സുകുമാരൻ കണ്ണൂരിൽ. അങ്ങനെ സുകുമാരൻ രക്തസാക്ഷി ദിനത്തിന് വേണ്ടി കുടിയാമല എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ വലിയ സ്വാധീനമൊന്നുമില്ല, വളരെ അപൂർവം ആളുകൾ മാത്രം ഉണ്ടായിരുന്ന. പിന്നീട് സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ആ കുടിയാമലയിൽ പോയപ്പോഴാണ് അവിടെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്ത് പതാക ഉയർത്താൻ രാവിലെ, അതുപോലെ തന്നെ അന്ന് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ ഭീതിയായിരുന്നു. എവിടെ പോകുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ തന്നെ പേടിച്ചു പോകുന്നൊരവസ്ഥയാണ്. അന്നത്തെ ഗവൺമെൻറ് സംവിധാനം അങ്ങനെയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭീതി നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അവിടെ പോയി രാത്രിയാണ് എത്തുന്നത്. രാത്രി എത്തി നമ്മുടെ സഖാവിൻ്റെ വീട്ടിൽ KM ജോസഫ്, ഇപ്പം അടുത്ത് മരിച്ചുപോയ KM ജോസഫിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. രാവിലെ അവിടെ പോയി പതാക ഉയർത്തിയിട്ട് തിരിച്ച് ജോസഫിൻ്റെ വീട്ടിൽ ക്ലാസ്സാണ്, അവിടെയാണ് ക്ലാസ്, അതിന് വരാന്തയിൽ. അങ്ങനെ ക്ലാസ് നടത്തിക്കൊണ്ട് ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴത്തുനിന്ന് വളരെ ദൂരത്തുനിന്നേ പോലീസ് നടന്നു വരുന്നത് കാണുന്നത്. അപ്പോൾ പോലീസ് വന്നാൽ എന്താ ഉണ്ടാകുക നമുക്ക് നല്ല ധാരണകളുമുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ക്ലാസ് മതിയാക്കി, ആളുകളോട് പിരിയാൻ പറഞ്ഞു. പക്ഷെ ആളുകൾ പിരിയുന്നില്ല. പോലീസ് എത്തുകയും അവിടെ വെച്ച് തന്നെ അടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അടിക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം അതെ DIR അനുസരിച്ച് ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തു. ഞാൻ EP രായൻ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നിന്ന് പിടിച്ചു. KM ജോസഫ് ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് പിടിച്ചു. മാത്രമല്ല അവിടുന്ന് പതാക ഉയർത്തിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നാട്ടുകാരിങ്ങനെ ഭീതിയോടുകൂടി നോക്കുകയാണ്. അപ്പോൾ അവിടെ ജനങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് ഞങ്ങളെല്ലാം തല്ലുകയാണ്. അപ്പോൾ ഞങ്ങളെ തല്ലുന്നതിൻ്റെ അടിസ്ഥാനം എന്താ പറഞ്ഞാൽ, ആരെയും ഞങ്ങൾ വിടാൻ പോകുന്നില്ല, നിങ്ങളെ മാത്രമല്ല ആരെയും ഞങ്ങൾക്ക് മർദ്ദിക്കാൻ അവകാശമുണ്ട് എന്നുള്ള ഒരു അവകാശം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ഈ മർദ്ദനം നടത്തുന്നത്. പിന്നീട് അവിടുന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ശ്രീകണ്ഠാപുരത്ത് ലോക്കൽ പിന്നിടുകയും പിന്നീട് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോയി കോടതി ഞങ്ങളെ റിമാൻഡ് ചെയ്തു, ജയിലിലാക്കി. പിന്നെ ജയിലിലായിരുന്നു. അത് എത്ര കാലം ജയിലിലുണ്ടായിരുന്നു? ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ 1975 ജൂൺ 26 പ്രഖ്യാപിച്ച് ആഗസ്റ്റ് 2 തീയതിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആഗസ്റ്റ് 2 തീയതി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ 3-4 മാസം ഞാൻ ജയിലിലായി. ജയരാജൻ ഉൾപ്പെടെയുള്ള സഖാക്കള് കുറ്റം സമ്മതിച്ചു. അപ്പോൾ പാർട്ടി ഞാൻ അധ്യാപകനായിട്ടുണ്ട് ആ സന്ദർഭമാകുമ്പോഴേക്കും. അപ്പോൾ പാർട്ടി എന്നോട് കുറ്റം സമ്മതിക്കേണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹം EMS പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അന്ന് ഗവൺമെന്റ് ഉള്ളപ്പോൾ. അപ്പൊ തലശ്ശേരിയിൽ മത്സരിക്കുകയാണ്. അപ്പോൾ തലശ്ശേരിയിലാണ് അദ്ദേഹമാണ് എൻ്റെ വക്കീലായിട്ട് പാർട്ടി ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ മറ്റുള്ളവർ കുറ്റം സമ്മതിച്ചവർക്ക് 2 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. അപ്പോൾ അവരെ തലശ്ശേരി സബ് ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. ഞാൻ അപ്പോഴും സബ് ജയിലിൽ തന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4 മാസത്തിലധികം കഴിഞ്ഞപ്പോഴാണ് കേസ് പൂർത്തിയായത്. കേസ് എന്നെ വെറുതെ വിട്ടു. അതാണ് ഉണ്ടായത്. DIR അനുസരിച്ചിട്ടാണ് കേസ്. അത് കഴിഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ധൈര്യമായല്ലോ. പിന്നെ എന്താ അണ്ടർഗ്രൗണ്ട്, പിന്നെ വരുന്നത് വരട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് അന്ന് മുതൽ ഇന്നേ വരെയുള്ള സംഘടനാ പ്രവർത്തനം. അതാ കാര്യം. വരുന്നത് വരട്ടെ എന്നുള്ള മാനസികാവസ്ഥയിലാണ് പിന്നെ സംഘടനാ പ്രവർത്തനം. അതൊരു നല്ല ഊർജ്ജമാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആളുകളെ ഭീതിപ്പെടുത്താനും അടിച്ചമർത്താനും വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണല്ലോ ഈ കോടതിയും ജയിലറയും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ജയിലറയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട്, ഞങ്ങൾ ജയിലിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് ഊർജ്ജസ്വലമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാവാനും അതിൻ്റെ സക്രിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജമാണ് അത് നൽകിയത് എന്നാണ് എൻ്റെ അനുഭവം. പിന്നെ